കൊള്ളാം, അടിപൊളി. ഭയങ്കര പ്രതീക്ഷയിലൊന്നും അല്ല, വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ല നല്ല സൈക്കോ ത്രില്ലറാണ്. കൊള്ളാം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് അവസാനം കൈയടിപ്പിക്കുന്ന വിധത്തിൽ കുറച്ച് ഉണ്ട്. വെറൈറ്റി ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ സ്ഥിരം കണ്ടുവരാറുള്ള അതിലൊന്ന് കോപ്പി എടുത്തിട്ടുള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ കുറവല്ല, മൂന്ന് ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ബോറടിപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആസിഫിലുള്ള ഒരു വ്യത്യസ്ത ലുക്കും ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. വ്യത്യസ്ത ലുക്കും. ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. നമുക്ക് മനസ്സിലാവൂല അവര് സൈക്കോ ആണ്, ആരാണ് ഇതിൽ സൈക്കോ. അതിൽ 3 പേരും നമ്മൾ സൈക്കോ ആവും ചെറുതായിട്ടാവും. പടം കൊള്ളാം ബ്രോ. പിന്നെ ആസിഫ് അലിയുടെ കണ്ണും മുഖവും കൊണ്ടുള്ള അഭിനയം അത് പൊളിച്ച്. ബാക്കി സ്റ്റോറി അത്ര രീതിയിൽ വന്നില്ലെങ്കിലും കൊള്ളാം. തലവൻ തൊട്ട് അങ്ങോട്ട് ആസിഫ് അലിയുടെ കാലം എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിൽ നല്ല ഇനി അങ്ങോട്ട് പൊളിച്ചെടുക്കും. ഇനി ടിക്കറ്റാക്കെ വരാൻ പോണ്, അടുത്ത ആഴ്ച അഡിയോസ് അമീഗോ വരാൻ പോണ്. എല്ലാം പൊളിക്കും. ഒരു 3 ക്യാരക്ടർ മാത്രമല്ലേ ഉള്ളൂ പടത്തിൽ. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും കുഴപ്പമില്ല, ഡ്യൂറേഷനിൽ കണ്ടപ്പോഴത്തേക്ക് കുഴപ്പമില്ല. ആവറേജ് ഫിലിം, അല്ലാതെ വലിയ സ്റ്റോറി എടുത്ത് അങ്ങനെയൊന്നുമില്ല. ഇക്കയുടെ ആക്ടിങ്ങും പിന്നെ അവർ 3 പേരും അവർക്ക് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. കൊള്ളാം, വൺ ടൈം വാച്ചാണ്, കുഴപ്പമില്ല. കൊള്ളാം, സർവൈവലല്ല, കൊള്ളാം, സംഭവം കൊള്ളാം. കൊള്ളാം, അഭിനയം കൊള്ളാം, നമ്മൾ നല്ല എൻ്റർടൈനിങ് ആണ്. കൊള്ളാം, കുഴപ്പം. ഏകദേശം ഒരു അവാർഡ് ഫിലിമിൻ്റെ അതുപോലെ ഇരിക്കും. ഒരു 3 ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് പോകുന്ന ഒരു കഥയാണ്. ആസിഫ് അലി ഒരു ഉഗ്രൻ റോളാണ്. പുള്ളിയുടെ അഭിനയ മികവ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്ന ഒരു ടൈപ്പ് റോളാണെന്ന് പറയാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് പുള്ളിയുടെ ഒരു അഭിനയ മികവ് ഏറ്റവും കൂടുതൽ പുറത്ത് കൊണ്ടുവന്ന ഒരു റോളാണെന്ന് പറയാം. ഓവറോൾ എങ്ങനെ ഉണ്ട്? സ്റ്റോറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറി ഒരു ഡാർക്ക് മോഡലുള്ള പടമാണ്. എന്ന് വെച്ചാൽ ഇപ്പം 3 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടേഴ്സ് മാത്രം ഒരു ഡെസേർട്ട് ബേസിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. എന്നാലും കൊള്ളാം. ഒരു ത്രില്ലർ അല്ലെങ്കിൽ സൈക്കോ ത്രില്ലർ പ്രതീക്ഷിച്ച് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? എന്താണ് ബേസ് പറഞ്ഞാൽ? എന്താണ് അതൊരു ക്ലൈമാക്സ് നല്ലതായിരിക്കും. ഇഷ്ടപ്പെട്ടെന്താണ് പടത്തിൽ? പടം അടിപൊളി. എന്താ എടുത്തു പറയാനായിട്ട് പടത്തിൽ ഇഷ്ടപ്പെട്ട? കുറെ ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. ഇത്തിരി ഒരു സൈക്കോ പോലെയാണ്. അങ്ങനെ ഒരു ത്രില്ലിങ്. ആസിഫ് അലി അടിപൊളിയാണ്.